ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രത്തിലാണ്. 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര പ്രതിമയാണ് ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുക്കിക്കോട്ട ബസ് സ്റ്റോപ്പിൽ നിന്നും വിഴിഞ്ഞം പൂവാർ ബസ് കയറിയാൽ നമുക്ക് നേരെ ആഴിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രേറ്റ് ബസ്സും അവൈലബിൾ ആണ്, പക്ഷെ അത് എപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 66 രൂപയാണ് ആയത്, ഒരാൾക്ക് 33 രൂപ. ഈ ഒരു കവാടത്തിന് മുന്നിലായിട്ടാണ് ബസ് നിർത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോയിലും ഉള്ളിലോട്ട് പോകാവുന്നതാണ്. ഇവിടെ നിന്ന് 800 മീറ്റർ ദൂരെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ അടുത്തായിട്ട് കടകളും റിസോർട്ട് സൗകര്യങ്ങളും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. കടലിനോട് ഏകദേശം അടുത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് അടുത്ത് വലത് സൈഡിലെ 2 വീലർ പാർക്കിങ്ങിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് മനോഹരമായ ശിവരൂപം നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ പുറം ഭിത്തിയിൽ ഹിന്ദു ദേവതകളുടെ ശില്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമായ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പുറം ഭിത്തി ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. കൂടാതെ പാർവതി ദേവിയും ഗണേശനെയും നമുക്കൊപ്പം കാണാൻ സാധിക്കും. അതുകൂടാതെ യോഗീശ്വരന്റെ ഒരു ചെറിയ ശ്രീകോവിലും ഇതിനൊപ്പം ഉണ്ട്. 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര രൂപത്തിലെ ശിവഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ അട്രാക്റ്റീവായിട്ടാണ് ഈ ഒരു പ്രതിമ ചെയ്തിരിക്കുന്നത്. നമ്മളത് കണ്ടു നിന്ന് പോകും, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു പ്രതിമ ചെയ്തിരിക്കുന്നത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന യുവശില്പിയാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ആദ്യ ശില്പവും ഈ ഒരു പ്രതിമയാണ്. പാറക്കെട്ടിന് മുകളിൽ ക്ഷേത്രത്തിന് അഭിമുഖമായിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ശില്പം പണികഴിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗംഗാധരേശ്വര ശില്പവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശില്പവും ഇതാണ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ബസ് മാർഗം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ബസ്സിന്റെ സമയമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് വാഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന സമയം ഇവിടെ നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ഇടതുവശത്ത് കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കടൽത്തീരം കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നത്. നിങ്ങൾ ക്ഷേത്രത്തിൽ വരുവാണെങ്കിൽ ഇവിടെ ഇറങ്ങാതെ പോകരുത്, നല്ല ഭംഗിയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ്, അതായത് കടൽ തീരത്തിൻ്റെ അടുത്തായിട്ട്. വെയിലായതുകൊണ്ട് ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഗംഗാധരേശ്വര ശില്പം എങ്ങനെയാണെന്ന് കാണാം. ഇപ്പോൾ ആഴിമല ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെല്ലാവരും കേരളത്തിലെ ഏറ്റവും വലിയ ഗംഗാധര ശില്പത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരാണ്. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പ്രതിമയുടെ ഐതിഹ്യം നിലനിൽക്കുന്നത്. ഭീമസേനൻ മുട്ടുകൊണ്ടിച്ചുണ്ടാക്കിയ ഗുഹ ഈ ക്ഷേത്രത്തിന് പുറകിലായി കാണപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. 28 അടി ഉയരമുള്ള ഈ ഒരു മഹാദേവ ശില്പത്തിന് 4 കൈകളാണ് ഉള്ളത്. പിന്നിലത്തെ വലത് കൈയിൽ ഡമരു പിടിച്ചിരിക്കുന്നു. മുന്നിലത്തെ വലത് കൈയിൽ വലതു തുടയിൽ അമർത്തി വെച്ചിരിക്കുന്നു. ഇടതു കൈ ജടകൾക്കുള്ളിലായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇടത് കൈയിൽ ത്രിശൂലവും പിടിച്ചിരിക്കുന്നു. കൂടാതെ 20 അടി ഉയരമുള്ള പാറക്കെട്ടിലാണ് ഈ ഒരു ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായി നമ്മുടെ സങ്കല്പത്തിനപ്പുറം ഒരു പുതുമ നിറഞ്ഞ ഒരു മുഖമാണ് നമുക്ക് ഈ ഒരു ശില്പത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സാധാരണ എല്ലാ ശില്പങ്ങളിലും ഇപ്പം മുന്നിലോട്ടാണുള്ളത്, പക്ഷേ ഈ ഒരു പ്രതിമയിൽ നേരെ അമ്പലത്തിന് സമാനമായിട്ടാണ് ഈ ഒരു ശില്പം ഇരിക്കുന്നത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ആ ഒരു ഡീറ്റെയിലിങ്സ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു ജടയുടെ ഭാഗമായിരുന്നാലും കൈകളായിരുന്നാലും കാലുകളായിരുന്നാലും ആ വാസുകിയുടെ ഭാഗമായിരുന്നാലും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ശില്പി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തലയോട്ടിമാലയും രുദ്രാക്ഷമാലയും അതിനൊപ്പം കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നത്. ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ വരണമെന്നും മഹാദേവൻ്റെ വിഗ്രഹം കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. മറ്റൊരു ദിവസം അമ്മയും കൂട്ടി വരുന്നതാണ്. മലയാളികളെ പോലെ തന്നെ വിദേശികളും ഈ ഒരു സ്റ്റാച്ചു കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്റ്റാച്ചു കാണുന്നതിന് വേണ്ടി മാത്രം അകത്ത് വന്നിരുന്നു. ഈ സ്റ്റാച്ചു കാണാൻ വേണ്ടി 20 രൂപ കൊടുക്കണം, അമ്പലം അടച്ചു കഴിഞ്ഞതിന് ശേഷം കയറുവാണെങ്കിൽ.
പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണ്. 100 രൂപ 200 രൂപയാണ് ഫോട്ടോഗ്രാഫിയുടെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതിനിപ്പുറം നിൽക്കുന്ന ഒരു വേലി പോലെ തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് സ്റ്റാച്ചുവിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അമ്പലത്തിൽ നിന്ന് ജംഗ്ഷനിലോട്ട് പോകുന്നതിന് 50 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. ശിവപ്രതിമയുടെ പുറകുവശം കടലാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ തന്നെയാണ് കാർ പാർക്കിംഗ് സൗകര്യവും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൈറ്റ് സൈഡിലെ പുറകുവശത്താണ്. ഇവിടെ നിന്ന് നോക്കി നമുക്ക് മനോഹരമായ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പാറക്കെട്ടുകളിൽ വഴുക്കലൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴുള്ള രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടത് ശ്രീനാരായണഗുരു ക്ഷേത്രം സന്ദർശിച്ചിട്ട് പോയതിന് ശേഷമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാനിറങ്ങി. ഒരുപാട് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയത്. ഇനിയും ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങൾ തീർച്ചയായും വരും. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഇവിടുന്ന് 2:45 കിഴക്കേക്കോട്ടയിലോട്ട് ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി. ഞങ്ങൾക്ക് 60 രൂപയാണ് ആയത്. 2 പേരുള്ളത് കൊണ്ട് ഒരാൾക്ക് 30 രൂപ. അപ്പോൾ ഒരു 63 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഴിമല പോയിട്ട് വരാം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോസിനെ ഞങ്ങൾ ഇനിയും വരുന്നതാണ്.